ഒരടിയിനത്തിൽ തന്നെ 6 കളർ ഗ്രാഫ്റ്റ് ചെയ്താൽ എങ്ങനെയിരിക്കും? ദാ ഇങ്ങനെ ഇരിക്കും. ഇത് വെറുതെ അങ്ങ് ഗ്രാഫ്റ്റ് ചെയ്തതല്ല കേട്ടോ, ഒരു സ്പെഷ്യൽ ട്രിക്ക് വഴിയാണ് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാടൻ അടീനിയത്തിൻ്റെ സ്റ്റെമ്മ് നട്ട് വളർത്തിയ ഒരു തൈയാണ്. ഇതിൽ 6 വെറൈറ്റി അടീനിയം ഗ്രാഫ്റ്റ് ചെയ്തു. അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ ഇതിന് മുന്നിലത്തെ വീഡിയോയിൽ ഇട്ടിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്തത് എന്നാണ് ഇന്നത്തെ വീഡിയോ. സാധാരണ വിത്ത് മുളപ്പിച്ച തൈകളിലാണ് അടീനിയം ഗ്രാഫ്റ്റ് ചെയ്യാറ്. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കോഡക്സ് നന്നായിട്ട് ഉരുണ്ട് നല്ല ഷേപ്പിൽ കിട്ടും. അടീനിയത്തിൻ്റെ ഭംഗി എപ്പോഴും അതിൻ്റെ കോഡക്സിലാണ്. അതുകൊണ്ടാണ് വിത്തിട്ട് മുളപ്പിച്ച തൈകളിൽ സാധാരണ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കമ്പ് മുളപ്പിച്ച തൈയിലാണ്. അത് എന്തുകൊണ്ട് അതിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിൽ ഓൾറെഡി 6 സ്റ്റെമ്മ് ഉണ്ട്. ചുവട്ടിൽ നിന്ന് തന്നെ നല്ല സ്റ്റെമ്മുണ്ട്. അപ്പോൾ അത് 6 എണ്ണം അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് 6 വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചുവട്ടിൽ നിന്ന് തന്നെ 6 വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ സെലക്ട് ചെയ്തത്. ആദ്യം നമ്മൾ സ്റ്റെമ്മെല്ലാം കട്ട് ചെയ്തു. അതിലേക്ക് ഇനി ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. അപ്പം റിസൾട്ട് ഫസ്റ്റിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് വി ഗ്രാഫ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. നാല് വെറൈറ്റിയുടെ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് നമ്മൾ ഓൾറെഡി റിമൂവ് ചെയ്തിരുന്നു. കാരണം അതെല്ലാം നന്നായിട്ട് കിളിർത്ത് ലീവും വരാൻ തുടങ്ങി. അപ്പോൾ പതുക്കെ മാറ്റി നോക്കിയപ്പോൾ അത് റൂട്ട് സ്റ്റോക്കിലേക്ക് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ആ പോർഷന് പിടിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് റിമൂവ് ചെയ്തത്. അപ്പം 2 എണ്ണത്തിൻ്റെ മാറ്റിയില്ല. അതിലൊന്നിപ്പോൾ കണ്ടല്ലോ ചീത്തയായി. അതിൽ ഒന്ന് നടുക്ക് ഏറ്റവും മുകൾ ഭാഗത്ത് ഏറ്റവും നടുക്കത്തെ ആ സ്റ്റെമ്മിൽ വെച്ചിരുന്നതായിരുന്നു. അത് ലീഫ് വരാൻ ഭയങ്കര സ്ലോ. എനിക്ക് തോന്നുന്നു ഞാൻ എടുത്ത വെറൈറ്റിയുടെ കുഴപ്പമാണ്. കാരണം ഒരുപാട് വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരേ ഗ്രോത്ത് ഒരേ സ്പീഡോ കാണിക്കുന്ന അടീനിയങ്ങൾ വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ അത് സെലക്ട് ചെയ്തത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണെന്ന് തോന്നുന്നു. അതിന് ഗ്രോത്ത് കുറവായിട്ട് വളരെ പതുക്കെയാണ് കിളിർത്ത് വരുന്നത്. ബാക്കി കിളിർത്ത് തുടങ്ങിയതെല്ലാം നന്നായിട്ട് കിളിർത്ത് തുടങ്ങി. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ലീഫെല്ലാം നന്നായിട്ട് വളർന്ന് നിൽപ്പുണ്ട് ബാക്കിയുള്ളതിൻ്റെയൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഉള്ള ആ ഒരു ഫസ്റ്റ് വീഡിയോയിനകത്ത് ആദ്യം ഞാൻ കാണിച്ചിരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ഉള്ള വ്യത്യാസം കണ്ടോ, നന്നായിട്ട് ലീഫ് വന്നിട്ടുണ്ട്. ആ നടുക്ക് നിൽക്കുന്ന സ്റ്റെമ്മിലെ ലീഫ് കണ്ടോ, വളരെ പതുക്കെ ഭയങ്കര സ്ലോ ആയിട്ട് മാത്രമാണ് വരുന്നത്. റൂട്ട് സ്റ്റോക്കിൽ നിന്ന് ഇതിലൊക്കെ കിളിർപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഫസ്റ്റ് അടർത്തി മാറ്റാം. മദർ പ്ലാന്റിൽ നിന്ന് കിളിർപ്പ് വന്നു കഴിഞ്ഞാൽ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തു നിന്നുള്ള ഗ്രോത്ത് സ്ലോ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂട്ട് സ്റ്റോക്കിൽ നിന്നുള്ള ഗ്രോത്തുകൾ എപ്പോഴും കട്ട് ചെയ്ത് മാറ്റണം. 6 സ്റ്റെം ഗ്രാഫ്റ്റ് ചെയ്തതിൽ 4 എണ്ണം നന്നായിട്ട് കിളിർത്ത് വന്നു. എന്നാൽ 2 എണ്ണം അത്ര നന്നായിട്ടല്ല കിളിർത്തത്. അതിൽ ഒരെണ്ണത്തിൻ്റെ സ്ലോ ഗ്രോത്തും ഈ കാണുന്നത് ഗ്രോത്തേ ഇല്ല, ചീത്തയായിപ്പോയി. അത് ആ സ്റ്റെമ്മ് നമ്മൾ വെച്ച സ്റ്റെമ്മ് ചീത്തയായിപ്പോയി, അഴുകുകയാണ്. അപ്പം നമുക്കത് അത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെ വേറൊരെണ്ണം ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സ്റ്റെമ്മിൽ ഗ്രാഫ്റ്റ് ചെയ്യുമ്പം ബാക്കിയുള്ളതെല്ലാം ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് ഇതുവഴി നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. എപ്പോഴും പറയുന്നതാണല്ലോ, കട്ട് ചെയ്യുമ്പം സ്റ്റെറിലൈസ് ചെയ്ത ബ്ലേഡോ കത്തിയോ യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ പുതിയ ബ്ലേഡ് യൂസ് ചെയ്യുക. ഞാനിവിടെ പുതിയ ബ്ലേഡാണ് യൂസ് ചെയ്യുന്നത്. പുതിയ ബ്ലേഡ് യൂസ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് കണ്ടോ, നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത 6 സ്റ്റെമ്മിൽ 4 എണ്ണത്തിൻ്റെ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് മാറ്റിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഗ്രോത്താണ് ഈ കാണുന്നത്. ഈ നടുക്ക് ഈ നിൽക്കുന്ന സ്റ്റെമ്മിൽ മാത്രമാണ് ഗ്രോത്ത് കുറവ്. ലീഫ് പതുക്കെ വരുന്നതേ ഉള്ളൂ. ഭയങ്കര സ്ലോ ആണ് അതിന് ഗ്രോത്ത്. എനിക്ക് തോന്നുന്നത് ഒന്നുകൂടി ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഗ്രോത്ത് കുറവാണെങ്കിൽ ഒന്നുകൂടെ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കാം. ഇപ്പം കറൻലി ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഒരെണ്ണം അഴുകിപ്പോയെന്ന് പറഞ്ഞിരുന്നില്ലേ, അതായത് ഈ സ്റ്റെമ്മ്. അപ്പോൾ അത് മാത്രം ഒന്നുകൂടെ ഗ്രാഫ്റ്റ് ചെയ്യണം. അപ്പം എങ്ങനെയാണ് ബാക്കിയുള്ളത് ഗ്രാഫ്റ്റ് ചെയ്തത് എന്ന് കാണാമല്ലോ. അപ്പം ആ സെയിം മെത്തേഡിൽ തന്നെയാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. നമ്മൾ വി ഗ്രാഫ്റ്റിംഗ് ചെയ്യുകയാണ്. ഓൾറെഡി നമ്മൾ ആ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി വി ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി കട്ട് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പോൾ ഇനി ഈ ഭാഗത്തേക്ക് ഏത് വെറൈറ്റി അഡീനിയം ഗ്രാഫ്റ്റ് ചെയ്യണം എന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് ഈ വെറൈറ്റിയാണ്. നല്ല ബ്ലാക്കിഷ് റെഡ് എന്ന് പറയില്ലേ, ഫസ്റ്റ് ഡേ ഫ്ലവർ ആകുമ്പോൾ ആ ഒരു കറക്റ്റ് കളർ ഈ ഫ്ലവറിൽ വരുന്നില്ല. നല്ല ബ്ലാക്ക് കളറിലാണ് ഫസ്റ്റ് ഡേ നിൽക്കുന്നത്. പിന്നെ അത് റെഡിലേക്ക് ടേൺ ആവും, പതുക്കെ പതുക്കെ റെഡിലേക്ക് ടേണായി. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവറാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മാണ് ഞാൻ ഇതിന് വേണ്ടി സെലക്ട് ചെയ്തേക്കുന്നത്. ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ കമ്പാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്ന സ്റ്റെമ്മിൻ്റെ ലീഫെല്ലാം ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. അതിന് ശേഷമാണ് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനു മുമ്പ് ഞാൻ നിങ്ങളൊരു സാധനം പരിചയപ്പെടുത്താം. ഈ കുഞ്ഞ് ടേബിൾ കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. നല്ല വൈറ്റ് കളറിൽ ടോപ്പുള്ള നല്ലൊരു ടേബിളാണ്. അധികം വെയിറ്റില്ല, നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാം. കൊച്ചു കുട്ടിയൊക്കെ വരെ യൂസ് ചെയ്യാം. ഒട്ടും വെയിറ്റ് ഇല്ലാത്തൊരു ടേബിളാണ്. അധികം നമുക്ക് ഗാർഡൻ പർപ്പസിനും അതല്ല എങ്കിൽ സിറ്റ് ഔട്ടിൽ അല്ലെങ്കിൽ ഇൻഡോറിലൊക്കെ പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ നന്നായിരിക്കും. ഇരിക്കാനൊന്നും പറ്റില്ല കേട്ടോ, അത്രയ്ക്കുള്ള ബലമൊന്നുമില്ല. പക്ഷെ പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് വെക്കാൻ വളരെ ഭംഗിയായിരിക്കും. അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ അതുവഴി കയറി വാങ്ങാം. വളരെ നല്ല ടേബിൾ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്കകത്ത് പറഞ്ഞത്. അപ്പോൾ അത് വെച്ചിട്ട് വീഡിയോ എടുത്തപ്പം പെട്ടെന്ന് ഓർമ്മ വന്നു. അപ്പോൾ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും വേണേൽ വാങ്ങിക്കാം കേട്ടോ. വളരെ അഫോർഡബിളാണ്. 200 റേഞ്ച്, 250 റേഞ്ച് റേറ്റും വരുന്നുള്ളൂ. അപ്പം നമുക്ക് ഗ്രാഫ്റ്റിങ്ങിലേക്ക് പോകാം. സാധാരണ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് സ്റ്റെമ്മ് വെച്ചിട്ട് ടേപ്പ് കൊണ്ട് റൗണ്ട് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത് അങ്ങനെയല്ല. ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി കട്ട് ചെയ്തിട്ട് ആ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. അതിൽ ഫെവിക്വിക്ക് എടുത്തിട്ട് ജസ്റ്റ് 1 or 2 ഡ്രോപ്പ് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് അതിൽ ഫിക്സ് ആയിട്ടിരിക്കും. ഞാൻ കാണിച്ചു തരാം. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇതേപോലെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൈ എടുക്കാൻ പറ്റില്ല. കൈ എടുത്തു കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവും. ടേപ്പ് ചുറ്റുന്ന സമയത്തായാലും മൂവ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്, മൂവ് ആവും. പക്ഷേ ഫെവിക്വിക്ക് ഇതേപോലെ വെച്ചിട്ട് ജസ്റ്റ് 1 or 2 ഡ്രോപ്പ് ഒഴിച്ച് കഴിയുമ്പോൾ ഇത് കണ്ടോ, കൈ ഞാനിപ്പോൾ എടുത്തു. കൈ എടുത്തു കഴിഞ്ഞിട്ടും ഒരു പ്രശ്നമില്ല, അത് ഒട്ടിയിരിക്കുക. സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഒട്ടും. എന്നിട്ട് അതിന് മുകളിൽ കൂടെ ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രം ടേപ്പ് ചുറ്റി എടുക്കുന്നു, അത്രേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പേടിക്കേണ്ട, ഇതിൻ്റെ ചൂട് കൊണ്ട് പ്ലാന്റ് കേടാവുമോ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. പ്ലാന്റിനൊന്നും സംഭവിക്കില്ല. ഞാൻ ഓൾറെഡി വേറൊരു അടിയനത്തിൽ ഇതേപോലെ ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ അത് വളരെ സക്സസ്ഫുള്ളായി. അപ്പോൾ ഞാൻ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് കൂടി ഇതിനകത്ത് ഇട്ടേക്കാം. ഈ സ്റ്റെമ്മുകളെല്ലാം ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തത് അങ്ങനെയാണ്. അതല്ല എങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അടുത്തത് ചെയ്യുമ്പോഴത്തേക്ക് ഇത്ര അടുത്ത സ്റ്റെമ്മുകളല്ലേ മുട്ടി അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയിട്ട് കറക്റ്റായിട്ട് ഗ്രാഫ്റ്റിംഗ് സക്സസ് ആവാതെ പോകും. പക്ഷേ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും സ്റ്റെമ്മുകൾ ഇതേപോലെ കിളിർത്ത് കിട്ടിയത്. ഈ കാണുന്നത് ഞാൻ ഫെവിക്വിക്ക് യൂസ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത സ്റ്റെമ്മാണ്. ഇപ്പോൾ അത് ഫ്ലവറായി, പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ ഫ്ലവർ ആവുകയും ചെയ്യും. അധികം സമയമൊന്നും വേണ്ട. ഇത് 1 മാസത്തിനുള്ളിലാണ് ഫ്ലവർ അയക്കുന്നത്. 1 മാസമേ ഉള്ളൂ ഞാനത് ചെയ്തിട്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ, ഇപ്പോൾ സീസൺ ആയതുകൊണ്ടാവാം, പെട്ടെന്ന് തന്നെ ഫ്ലവർ ആവുകയും ചെയ്തു. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളാണ്. കൊച്ചു കുട്ടിയൊക്കെ വരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അത്ര ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.